Hello all, welcome to another video of the channel. ഓക്കെ, ഞാൻ റീസെൻ്റ്ലി ക്ലാസിക് ഡിഫൻഡർ 90യുടെ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് പിനിയൻ ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ച് കേട്ടു. അപ്പോൾ എന്താണ് ആ ടേം, എന്താണ് ആ ഒരു മെക്കാനിസത്തിനെ കുറിച്ച് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തു. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ പിനിയൻ ബ്രേക്കിംഗ് ഇൻ ദ ഡിഫൻഡർ 90. ഓക്കെ, പിനിയൻ ബ്രേക്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് എന്താണ് നോർമൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലോ, നമ്മുടെ കാർസിനകത്തൊക്കെയുള്ള നോർമൽ ഹാൻഡ് ബ്രേക്ക്, അതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ പുള്ളി ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ ഗിയർ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു മെറ്റാലിക് കേബിൾ ഉണ്ട്. ആ കേബിൾ ബ്രേക്സിനകത്തുള്ള പുറകിലുള്ള ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഡ്രം ബ്രേക്ക് ആണെങ്കിൽ അതിനകത്ത് ബ്രേക്ക് ലൈനറിനെ അതിനെ പുഷ് ചെയ്ത്, അതായത് ബ്രേക്കിൻ്റെ ഡ്രമ്മിലേക്ക് പുഷ് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സിനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഹാൻഡ് ബ്രേക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു മെക്കാനിസത്തിൻ്റെ നോർമൽ ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ഹാൻഡ് ബ്രേക്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി കുറവാണ്. അവിടെയാണ് ഈ പിനിയൻ ബ്രേക്കിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ ഈ പിനിയൻ ബ്രേക്കിങ്ങിൻ്റെ അസംബ്ലി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്കിങ് അത് നോർമൽ ഹാൻഡ് ബ്രേക്കിംഗ് സിസ്റ്റത്തിനേക്കാൾ ഇച്ചിരി നെക്സ്റ്റ് ലെവലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അസംബ്ലി എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻഡറിൽ യൂസ് ചെയ്യുന്ന LT230 ഗിയർ ബോക്സിൽ നിന്ന് റിയർ ഡിഫറൻഷ്യലിലേക്ക് പോകുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റിലുള്ള പിനിയനിലേക്കാണ് ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം അസംബിൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തിന് പിനിയൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം, ഈ ഒരു പിനിയൻ ബ്രേക്കിംഗ് സിസ്റ്റം അസംബിൾ ചെയ്യുന്നത് വെഹിക്കിളിൻ്റെ, അതായത് ഈ ഡിഫൻഡറിൻ്റെ LT230 ഗിയർ ബോക്സ് സെറ്റ് ചെയ്യുമ്പം തന്നെ ഇതിൻ്റെ റിയർ പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ പിനിയനുമായിട്ട് മൗണ്ട് ചെയ്തിട്ടാണ്. ഈ പിനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിനിയനാണ് യൂഷ്വലി ഒരു പവർ ജനറേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ്, അതായത് ഇപ്പോൾ എൻജിൻ അല്ലെങ്കിൽ ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന പവറിനെ മറ്റ് സെറ്റ് ഓഫ് ഗിയേഴ്സിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സ്മോൾ ഗിയറിനെയാണ് പിനിയൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നോർമലി റാക്ക് ആൻഡ് പിനിയൻ ഗിയേഴ്സ് എന്ന് പറയുന്നത്. പിനിയൻ ബ്രേക്കിംഗ് അസംബ്ലിയിൽ പാർട്സ് സിമിലർ ടു നോർമൽ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം തന്നെയാണ്. അവിടെ ഹാൻഡ് ബ്രേക്ക് ലിവർ ഉണ്ട്, കേബിൾസ് ഉണ്ട്, അതായത് റിയർ ഡ്രംസിനെ കണക്ട് ചെയ്യുന്ന ബ്രേക്ക് ഡ്രംസിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിൾസ് ഉണ്ട്, പിന്നെ ബ്രേക്ക് ഡ്രംസ് ഉണ്ട്. പക്ഷേ പിനിയൻ ബ്രേക്കിങ്ങിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ ആ ഒരു ഹാൻഡ് ബ്രേക്ക് ലിവർ പുള്ളി ചെയ്യുമ്പോഴത്തേന് അവിടെ സ്റ്റോപ്പ് ആവുന്നത് ഈ ഒരു പിനിയനായിരിക്കും, അതായത് റിയർ പ്രൊപ്പലർ ഷാഫ്റ്റിലുള്ള പിനിയനാണ് ഇവിടെ സ്റ്റോപ്പ് ആവുന്നത്. ഈ പിനിയൻ ബ്രേക്കിങ്ങിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് ഓടുന്നതിൻ്റെ ഇടയിൽ ഡ്രൈവർ ഇപ്പം ഹാൻഡ് ബ്രേക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ലിവർ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ പുറയിലെ ഡിഫറൻഷ്യൽ ലോക്കറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ എൻഡിലുള്ള ഡ്രം ബ്രേക്സ് എൻഗേജ് ആവുകയും, അതായത് പുറത്തേക്ക് പുഷ് ചെയ്യുകയും അവിടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സിനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് അവിടെ സ്റ്റോപ്പ് ആവുന്നത് ഈ ഒരു പിനിയനെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റത്തിൽ ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ലിവർ പുള്ളി ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ആവുന്നത് വീൽസ് ആയിരുന്നു, അതായത് ആ ഒരു ഡ്രം ബ്രേക്സ് പുഷ് ചെയ്തിട്ടുണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് കൊണ്ട് സ്റ്റോപ്പ് ആവുന്നത് വീൽസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു പിനിയൻ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഈ ഒരു ട്രാൻസ്മിഷനാണ് അവിടെ കട്ടാവുന്നത്. അപ്പോൾ ഈ പിനിയൻ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ഡിഫറൻഷ്യലി ലോക്ക് ആവുന്നത് കൊണ്ട് ബോത്ത് റിയറിലെയും ഫ്രണ്ടിലെയും ആക്സിസ് സൈമൾട്ടേനിയസ് ആയിട്ട് ലോക്ക് ആവും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മോസ്റ്റ് കോമൺലി യൂസ് ആവുന്നത് ഈ ഓഫ് റോഡിലാണ്. പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞു ടെക്നോളജിയൊക്കെ വളർന്നു, അപ്പോഴത്തേന് എന്തായാലും ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രേക്കിംഗ് സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തെടുത്തെന്ന് പറഞ്ഞാൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് റോവർ ഡിഫൻഡർ L663 ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക്കലി ആക്ടിവേറ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതായത് 150 മില്ലി സെക്കൻഡ്സ് ടൈമിൽ ഈ ഒരു ബ്രേക്കിംഗ് എൻഗേജ് ആവുന്നുള്ളതാണ്. പക്ഷേ ഈ പിനിയൻ ബ്രേക്കിങ്ങിന് ആദ്യമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഡ്രം ബ്രേക്ക് സിസ്റ്റമാണ്. ഈ ഡ്രം ബ്രേക്ക് സിസ്റ്റത്തിന് ഒരു പ്രശ്നമുണ്ട്, ഈ ട്രാൻസ്ഫർ, അതായത് ഗിയർ ബോക്സിനകത്തുള്ള ഓയിൽ ലീക്കായിട്ട് ഇതിനകത്ത് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പിനിയൻ ബ്രേക്കിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല. എന്നാൽ ഈ ഒരു ബ്രേക്ക് ഇട്ടാലും വണ്ടി സ്ലൈഡ് ചെയ്തു പോകുന്ന ആ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചില യൂസേഴ്സ് ഈ ഒരു സിസ്റ്റത്തിനെ, ഈ ഡ്രം ബ്രേക്ക് സിസ്റ്റത്തിനെ മാറ്റിയിട്ട് ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം ആക്കിയിട്ടുണ്ട്. അതായത് ഈ പിനിയൻ ബ്രേക്കിങ് ഡിസ്ക് ബ്രേക്ക് ആക്കിയിട്ടുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു റോട്ടറും കാലിപ്പറും കൂടെ ആ ഒരു സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിഫൻഡർ ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പിനിയൻ ബ്രേക്കിങ്ങിനെ പറ്റി നേരത്തെ അറിയാവുന്നതായിരിക്കാം. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ ഇത് അറിയത്തില്ലായിരുന്നു, ഇത് പുതിയതായിട്ടൊരു അറിവായിരുന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ ചാനലിൽ ഫോർമുല 1 റിലേറ്റഡ്, മറ്റ് മോട്ടോർ സ്പോർട്സ് റിലേറ്റഡ്, MotoGP അല്ലെങ്കിൽ റാലി, എൻഡുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് റോഡിൻ്റെ ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഫോർമുല 1ലെയും മറ്റ് മോട്ടോർ സ്പോർട്സിലും ഒക്കെ ഉള്ള ലെജൻഡറി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. ലെജൻഡറി ഡ്രൈവേഴ്സിന് ഭയങ്കര
അഡ്രിനാലിൻ റഷ് വരുന്ന മൊമെൻറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.